ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് അന്വേൻ്റെ സ്കൂളിൽ പ്രോഗ്രാമാണ്. അവന് ഡാൻസും കോൺവൊക്കേഷനൊക്കെ ഉണ്ട്. കോൺവൊക്കേഷൻ രാവിലെ കഴിഞ്ഞ് അപ്പോൾ ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് അതിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സ്കൂളിൽ കയറി അവനെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അവൻ്റെ ഇതൊക്കെ പകുതി ലാസ്റ്റ് ഭാഗമൊക്കെ കണ്ടിട്ട് ഇങ്ങ് പോകുന്നു. ഇനിയിപ്പോൾ ഇവിടെ വന്ന് ഇനിയിപ്പോൾ അതിനും മനും കൂട്ടി ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കും. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് അവൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 5 മണി ആവാനായി. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കും. അപ്പോൾ ഞാൻ വന്ന് ഇപ്പോൾ കുളിച്ച് മാറ്റിയൊക്കെ സെറ്റായി. ഇപ്പോൾ മോനും അതാ മാറ്റിയൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഉമ്മ എല്ലാവരും മാറ്റി നിൽക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അവിടെ നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പോയോക്കാം. നമ്മളെവിടെ പോവാ? എവിടെ പോന്നെ? ഹലോ ഗൈസ്, എവിടെ നമ്മൾ പോന്നെ? എന്തിനാ പോന്നെ? മുട്ടായി വാങ്ങാനില്ലല്ലോ പോന്നെ. മുട്ടായി വാങ്ങാനില്ലല്ലോ പോന്നെ. ജാച്ചടിച്ചാ പോവല്ലേ മോനും അന്നും കാക്കയും കൂടി? എങ്ങനെ കളിക്കാ? തെയ്യം തരാം. വാ പോവാ പോവാ. വാ നീക്ക്. അതതിൻ്റെ അടിയിലുണ്ട്. കടയത്തല്ലേ അതിൻ്റെ അടിയിലുണ്ട്. ആരും കൊണ്ടുപോയിക്കില്ല. പക്ഷെ അതിവിടെ പാകാവില്ല. ഞാനൊന്ന് അളവ് നോക്കി. അതുപോലത്തെ ഒന്നും കൂടി വാങ്ങാൻ പറ്റും. താഴേക്ക് വേറെ വാങ്ങാൻ മേലേക്ക് പറ്റും. അതതിൻ്റെ കളറും അങ്ങനെ ചളി പിടിക്കുകയും ചെയ്തു. ഇതെന്താ നടക്കുന്ന മതിയില്ലാണ്ട് മറന്നു പോയതാ? ഇതെന്താ ഗേറ്റ്? ഹായ് ഗേറ്റ്, നമ്മളെ വരല് ഗേറ്റ് വന്നേ. പച്ചക്കറിയിലെ ഗേറ്റാ. വാ പിടിക്കും. ആ മോന്റെ ഗേറ്റാ. ഞാൻ വിചാരിച്ച എന്താ പറ്റിയത്. മീനെ കൈ പിടിച്ച നടക്ക്. അതിനും ഇഞ്ഞോട് ഡാൻസ് കളിക്കാൻ വന്നതാ. ഒരു ഫോട്ടോ എടുക്കാലോ? ഡാൻസ് ഒക്കെ പഠിച്ചിക്കോ? അടിപൊളിയാ. ഗൈസിനും വളരെ ഡാൻസ് ഉണ്ട്. ഓരോ പാട്ടും ഓരോ കഥയാണ്, ഓരോ സ്വരവും ഓരോ വികാരവും. ഇവിടെ തനക് 26 വേദിയെ ഗാനമുഖരിതമാക്കാൻ എന്തൊരു കളറാ ബണ്ണായിക്കുന്നത്. മഞ്ഞ ഒരു ഗസൽ എത്തുന്നു. 1ാം സ്ഥാനം നേടിയ ഹെമിൻ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ. വേണ്ട അവിടെ നിന്നാ മതി. മിസ്സിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. ഗായ്സ്, ഞങ്ങൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയതാ കേട്ടോ. ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. ലിപ്റ്റിക് കാണിച്ചാ ലിപ്റ്റിക്കൊക്കെ കിട്ടുന്നതിന് കേട്ടോ. മാറ്റി പറഞ്ഞാൽ അടിപൊളി ഡാൻസ് ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല, കാരണം അവർ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ബുദ്ധിമുട്ടായിരുന്നു. എന്താ തിന്നുന്നേ? ഡാൻസ് കളിച്ച് കൊയങ്ങിയോണ്ട് എനിക്ക് എൻ്റെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്ത് എൻ്റെ സ്പെഷ്യൽ സാധനം ബാഗിലുണ്ട്. പക്ഷെ അത് അതിനും പിന്നും കാണാണ്ട് തരാം. സർപ്രൈസ്. അത് കണ്ട പോയി ചോദിക്കും. കൊടുക്കുവോ? ഡോണറ്റ്. ക്യാമറയിനുള്ളിൽ കയറി വരണ്ട, അങ്ങോട്ട് പോ. കിട്ടി. സോ ഇതെന്താ ഇവിടെ? ഇതെന്താ കരാറാ? ഇത്രക്ക് പോയോ ഡാൻസ് കളിച്ചിട്ട്? അമ്പോ മോനെ ഡാൻസ്. നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. സമയം 11:30 മണിയായിട്ട്. 10-10:15 നമ്മൾ വീട്ടിലെത്തുമ്പോൾ പരിപാടിയൊക്കെ 10 മണിയാകുമ്പോൾ കഴിഞ്ഞും തോന്നി. ഇവൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്നു. അപ്പോൾ തന്നെ സമയം 9 മണി ആയിട്ടുണ്ട്. പിന്നെ അതിന് ഭയങ്കര ഇളക്കേനും. അപ്പോൾ നമ്മൾ വലിയ ഫുഡ് കഴിക്കാനൊക്കെ കയറി. ഇപ്പോൾ നമ്മളിതാ വീട്ടിലെത്തി. എനിക്കൊരു ട്രോഫി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. ഞാൻ ട്രോഫി കാണിച്ചു കൊടുക്ക്. ഫോണ് കാണുന്ന തിരക്കില്ല ഗൈസ്. ഇതാണ് അവൻ്റെ ട്രോഫി. തനക്കെന്നാണ് അവരുടെ പരിപാടീൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇതിന് കഴിഞ്ഞ കൊല്ലം എനിക്ക് ഇതുപോലെ ട്രോഫി കിട്ടി. ഇങ്ങനെയല്ല, ഇതിൻ്റെ വേറെ ടൈപ്പ്.
രണ്ടാമത്തെ കൊല്ലത്തെ ട്രോഫിയാണിത്. പിന്നെ അവന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, ടീച്ചർ അവിടെ വാങ്ങി വെച്ചിട്ടാണ്. ഞാൻ അടുത്ത ദിവസം ക്ലാസ്സിൽ പോകുമ്പോൾ തരാമെന്ന് പറഞ്ഞു. കാരണം ഇവർ കീറിപ്പോകുന്നതിനാ തോന്നുന്നുണ്ട്. കാരണം പാരൻസ് കൂടെ ഇല്ലല്ലോ, എല്ലാവരും മാറ്റിയിട്ട് റൂമിൽ പൂട്ടി വെച്ചിരിക്കുന്നു. കാരണം അമ്മാതിരി തിരക്കാണ് അവിടെ. അപ്പോൾ കാണാണ്ടായി പോകണ്ട എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ മിസ്സായി പോകുന്നതിന് അവരെ മാറ്റിയിട്ട് അവരുടെ ക്ലാസ് റൂമിൽ പൂട്ടിയിട്ട് ഒരാളവിടെ കാവൽ നിർത്തിയിട്ട് അങ്ങനെ നിർത്തിയിരുന്നത്. അല്ലാണ്ട് എല്ലാം മിസ്സായി പോകും. കണ്ണ് തെറ്റിയ എല്ലാം റൂമിൽ നിന്ന് ചാടുകയാണ്. പേരൻസിന് കാണണമെന്നുണ്ടെങ്കിൽ അവരകത്ത് കയറ്റിയിട്ട് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ അവരതുപോലെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് അവിടെ വാങ്ങി വെച്ചിക്കാന്ന് പറഞ്ഞ് നമ്മളും കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ചെറിയൊരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.